പണ്ട് പ്രഗത്ഭനായ ഒരു വലിയ കൺവെൻഷൻ പ്രാസംഗികനും കേരളക്കരയെ കിടിലം കൊള്ളിച്ച ആളാണ്. അദ്ദേഹം ഒരിക്കൽ പ്രസംഗിച്ചു, ഞങ്ങളോട് ഇരിക്കുന്ന സദസ്സില ആക്സിഡന്റിൽ മരിക്കുന്നത് ശാപമാണ്. അത്യുന്നതന്റെ മറവിൽ മറച്ച് സർവശക്തിന്റെ നിഴലിൻ കീഴിൽ സൂക്ഷിച്ച് നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ദൈവം എന്നും എന്നേക്കും പരിപാലിക്കുമെന്ന് പ്രസംഗിക്കുവാൻ പെന്തക്കോസ്ത് ഇന്ന് ഭയപ്പെടുന്നു. കാരണം ആക്സിഡന്റ് എന്നുള്ളത് പെന്തക്കോസ്തിൽ ഇപ്പോൾ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുന്നു. കണക്കുകൾ എടുത്ത് നോക്കിയാൽ അത് നമ്മെ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ചും അഭിഷിക്തന്മാർ കൊല്ലപ്പെടുന്ന ചില മാസങ്ങളാണ് ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ എന്നുള്ള മാസങ്ങൾ. സിസ്റ്റർ അഞ്ജലി മരണപ്പെടുന്നത് 2018 ആഗസ്റ്റ് മാസം. TPM-ൽ 2 പാസ്റ്റേഴ്സ് ഒരുപോലെ മരണപ്പെടുന്നത് 2021 ജൂൺ മാസം. പാസ്റ്റർ ചാണ്ടി ആൻഡ് ഫാമിലി മരണപ്പെടുന്നത് 2022 ഓഗസ്റ്റ് മാസം. അതുപോലെ ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണൻ മരണപ്പെടുന്നത് 2024 ആഗസ്റ്റ് മാസം. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട് കണക്കുകൾ. പ്രൈസ് ശങ്കർ, തുതി ശങ്കർ. തമിഴ്നാട്ടിലെ ഒരു ദേവദാസനായിരുന്നു. ബ്രദർ ദിനകരൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്തോത്രം ആൾക്കാരെ തമിഴ്നാട്ടിൽ നേടുന്ന ഒരു ദേവദാസനായിരുന്നു പ്രൈസ് ശങ്കർ. 1992 സെപ്റ്റംബർ മാസം ട്രിച്ചിക്കും മധുരയ്ക്കും ഇടയ്ക്ക് വെച്ച് ഒരു ആക്സിഡന്റിൽ പെട്ട് സ്തോത്രം അദ്ദേഹം മരിച്ചുപോയി. പ്രൈസ് ശങ്കർ നഷ്ടപ്പെട്ടു. തൊട്ടടുത്ത വർഷം എക്സാലി അതേപോലെ തന്നെ 93 സെപ്റ്റംബറിൽ അദ്ദേഹം പോയി. സ്തോത്രം 94 ഫെബ്രുവരിയിൽ അതുവഴി മദ്രാസിലേക്ക് ഒരു യോങ്കിച്ചോയുടെ മീറ്റിങ്ങിന് വേണ്ടി ഒരു കുടുംബമായിട്ട് ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്യുക. ഒരു 80-90 കിലോമീറ്റർ സ്പീഡ് കാണും. അംബാസിഡറാണ് അന്നത്തെ കാറ്. ആ കാർ പോകുമ്പോൾ ഈ ഉള്ളവൻ ഡ്രൈവ് ചെയ്യുക. സ്തോത്രം ചെറിയൊരു വളവ് വന്നു. ആ വളവ് വന്നപ്പോഴേക്കും ബ്രേക്ക് അമർത്തി പെഡല് ടോട്ടലി അകത്ത് പോയി. ബ്രേക്കില്ല, ശുദ്ധമായി ബ്രേക്കില്ല. ഭാഗ്യം ഗിയർ ചേഞ്ച് ചെയ്തപ്പോൾ വണ്ടി നിന്നു. കാരണം ചെറിയൊരു കയറ്റമായിരുന്നു. എല്ലാവരും ഉറക്കം. വണ്ടി സെക്കൻഡ് ഗിയർ ആയി ഒരു 20 കിലോമീറ്റർ താഴെ ആയപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു, ബ്രേക്ക് ഹാസ് ഗോൺ. സ്തോത്രം, ബ്രേക്ക് ആയി. റമൂള എന്ന് പറയുന്ന എൻ്റെ ഒരു സ്പിരിച്വൽ മദർ ഉണ്ട്, നാഗർകോവിലുള്ള ഒരു ആൻറ്റി. പെട്ടെന്ന് കണ്ണു തുറന്നു. സ്തോത്രം, വണ്ടി നിന്നു. പുറത്തിറങ്ങി വെച്ചാൽ, അപ്പാ ഇന്ത ഇടത്തിൽ താ അന്ത പിള്ള പോയച്ച് ഇതേ സ്ഥലത്താണ് പ്രൈസ് ശങ്കർ പോയത്. അർത്ഥം സ്തോത്രം, അതൊരു ആക്സിഡന്റ് പോയിന്റ് ആണ്. അതേ സ്ഥലത്താണ് 1995 സ്തോത്രം അഗസ്റ്റിൻ ഗോമസ് ഈ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടത്. 3 മിനിറ്റ് സ്റ്റേജിൽ പ്രസംഗിക്കണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ രഹസ്യമായി നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സുവിശേഷത്തിന് വേണ്ടി എന്റെ കഴുത്ത് വെട്ടുമെന്ന് പറഞ്ഞാലും വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും ഞാൻ ഈ സുവിശേഷം പറയും. ദൈവകൃപയിൽ ആശ്രയിച്ച് നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് യാതൊരു മടിയും കൂടാതെ ശത്രുവും വെല്ലുവിളിച്ചു പറയുന്നു, നാളെ ഈ നേരത്ത് ഞാൻ നിന്നെ തട്ടിക്കളയും. തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് ചുറ്റിത്തിരിഞ്ഞടക്കുന്ന പിശാചിന് ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ, ദൈവദാസന്മാരുടെ രക്തത്തെ, ശുശ്രൂഷകന്മാരുടെ രക്തത്തെ റോഡിൽ വീഴ്ത്തുന്ന അന്ധകാര ശക്തികൾ. വളവരുകളിൽ, തിരിവുകളിൽ ഇസബേലി ആത്മാക്കൾ പ്രവാചകന്മാർക്ക് നേരെ, അഭിഷിക്തന്മാർക്ക് നേരെ കുരുക്കുകളെ ഇട്ട് കാത്തിരിക്കുന്നു. അന്ത്യകാലത്തിന്റെ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. പ്രാർത്ഥനയിൽ നമുക്ക് വർദ്ധിച്ചു വരാം. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കട്ടെ, മുതിർന്നവരെ പ്രാർത്ഥിക്കട്ടെ, മാതാപിതാക്കളെ പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സ്തോത്രം. റോഡ് അരികിലുണ്ട്, ആഹാരത്തിലുണ്ട്, സ്തോത്രം സെക്ഷൽ കോണ്ടാക്റ്റിലുണ്ട്. നിനക്ക് എയ്ഡ്സ് വരുത്തുവാൻ, നിന്നെ തകർക്കുവാൻ, നിന്നെ മുടിച്ചു കളയുവാൻ സ്തോത്രം ദുർഭൂത ശക്തികൾ കാത്തിരിക്കുന്നു. നിന്നെ ദൈവത്തിന്റെ ടൈമിങ്ങിന് മുൻപേ ദൈവത്തിന്റെ പദ്ധതിയിൽ കടത്തിവിടാതെ, ദൈവിക പദ്ധതിയിൽ കടത്തിവിടാതെ നേരത്തെ ശവപ്പെട്ടിക്കകത്ത് കയറ്റി നേരത്തെ ഈ ലോകത്ത് നിന്ന് പിഴുതുമാറ്റുവാൻ അന്ധകാര ശക്തികൾ കാത്തിരിക്കുമ്പോൾ എന്റെ കർത്താവ് കൈയും കട്ടി താടിക്ക് കൈ കൊടുത്ത് സ്തോത്രം നെടുവീർപ്പിടുകയല്ല, അവൻ നിന്നിലൂടെ തീയെ 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 വർദ്ധിപ്പിക്കുകയാണ്. വഴിയെ പോകുന്നവനെ പിശാചിന് വേണ്ട. സിനിമാ കോട്ടയിൽ കയറിയിറങ്ങുന്നവനെ പിശാചിന് നോക്കുക പോലുമില്ല. ആത്മാവിൽ ആരാധിക്കാത്തവനെ പിശാചിന് വേണ്ടേ വേണ്ട. എന്നാൽ നീ പാതാളത്തിന് ഭീഷണിയെങ്കിൽ നിന്റെ ജീവന് നേരെ ശത്രുവിന്റെ അവകാശമുണ്ട്. ശത്രു സ്തോത്രം വാടകോരി കാത്തിരിക്കും. കാരണം ഒന്നേയുള്ളൂ, അഭിഷിക്തന്റെ തലയ്ക്കാണ് ടേസ്റ്റ് കൂടുതൽ. ഇനിയും ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണനെ കുറിച്ച് 2-3 വാക്കുകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേൾക്കുന്നതും ഞാൻ ഇപ്പോഴാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം അദ്ദേഹം തന്നെയാണ്. കാരണം പലപ്പോഴായി എവിടെയെല്ലാം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ചിറ്റപ്പൻ വളരെ സുന്ദരനായ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരു ദുർമരണം എൻ്റെ കുടുംബത്തിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട്. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ നല്ല ചെറുപ്പത്തിലേയുള്ള ഈ രോഗത്തിൻ്റെ കാഠിന്യം വല്ലാതെ എന്നെ തളർത്തി. വേറെ എനിക്കൊരു ചിറ്റപ്പനുണ്ട്. അദ്ദേഹവും
നല്ല സുന്ദരനും ആരോഗ്യദൃഢഗാത്രനുമായ മനുഷ്യനായിരുന്നു. അദ്ദേഹം ഹെൽത്ത് ഇൻസ്പെക്ടർ ജോലിയിലിരുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ. ആ മനുഷ്യൻ്റെയും ജീവിതത്തിൽ പിന്നെ പാരാലിസിസ് വന്ന് അദ്ദേഹവും തളർന്നു. ഇങ്ങനെ കുടുംബത്തിലെ ആൺമക്കളെയൊക്കെയും ഈ ശാപങ്ങൾ പിന്തുടർന്ന് പിടിക്കുകയും അവരൊക്കെ ജീവിതത്തിൻ്റെ നല്ല പ്രായത്തിൽ നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ അവരൊക്കെ ജീവിതത്തിൽ തകർന്ന് രോഗികളായും ആത്മഹത്യയിലൂടെയും ഒക്കെ തകർന്ന് തരിപ്പണമായി കുടുംബം സാമ്പത്തികമായി വലിയ ഒരു അധപ്പതനത്തിലേക്ക് എൻ്റെ കുടുംബം കൂപ്പുകുത്തി. കൂടെ ഉണ്ടായ ദുർമരണങ്ങൾ അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സുവിശേഷം വിളിച്ചു പറഞ്ഞതുകൊണ്ട് അത് തകർക്കപ്പെടുന്നില്ല. അതിനെ നാം വെട്ടിക്കളഞ്ഞ് തന്നെയാകണം. ശത്രു പണിതിട്ട ബലിപീഠങ്ങൾ, പാരമ്പര്യം പണിതിട്ട ബലിപീഠങ്ങൾ, പിതാക്കന്മാർ, ചുറ്റുപാടുകൾ, നമ്മുടെ സമൂഹങ്ങൾ പണിതിട്ട ബലിപീഠങ്ങളെ നാം വെട്ടിക്കളഞ്ഞ് തന്നെയാകണം. ഉദാഹരണം, ദൈവവചനത്തിൽ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു. മിദ്യാനരാൽ സഹികെട്ട ഇസ്രായേൽ മക്കളെ രക്ഷിപ്പാൻ ഗിദെയോൻ എന്നൊരു പരാക്രമശാലിയെ ദൈവം കണ്ടെത്തിയപ്പോൾ അവൻ ഉടനെ വാളെടുത്ത് മിദ്യാനക്ക് നേരെ പോവുകയല്ല ചെയ്തത്. തൻ്റെ പിതാവ് പണിതിട്ട ബലിപീഠത്തെ, ബാലിൻ്റെ ബലിപീഠത്തെ തകർത്തുകൊണ്ട് അശേര പ്രതിഷ്ഠയെ വെട്ടിക്കളഞ്ഞിട്ട് അതിനുശേഷമാണ് ദൈവത്തിന് ആലോചന പ്രാപിച്ച് മിദ്യാന് നേരെ വാളുമായി കടന്നു ചെല്ലുന്നത്. ഒരുവിൽ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ ആരംഭിക്കുന്നത്. എന്നാൽ വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം എടുത്തു പറയുന്നു, മറ്റുള്ളവർ പണിത അടിസ്ഥാനത്തിന്മേലല്ല, ക്രിസ്തുവിനെ വെളിപ്പാടിൽ മനസ്സിലാക്കി താൻ ക്രിസ്തുവിൽ പണിതെടുത്ത അടിസ്ഥാനത്തിന്മേലാണ് വിശുദ്ധ പൗലോസ് തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ആ പൗലോസാണ് പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. കർത്താവ് യേശു ക്രിസ്തുവും ചെയ്തത് അത് തന്നെയാണ്. തൻ്റെ പ്രത്യക്ഷതയ്ക്ക് മുൻപ് യോഹന്നാൻ എന്ന ഒരു വ്യക്തിയെ അയച്ച് തനിക്ക് വഴിയൊരുക്കിയും സർപ്പസന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് മൂർച്ചേറിയ ശബ്ദത്തോടെ തനിക്ക് തടസ്സമായിരുന്ന സകലത്തിനെയും വെട്ടിമാറ്റി തനിക്ക് ഒരു വഴി ഒരുക്കിയതിനു ശേഷമാണ് കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഉണ്ടാകുന്നത്. യേശു ഈ ഭൂമിയിൽ പ്രത്യക്ഷമായപ്പോഴും താൻ വെറുതെ ഇരിക്കുകയല്ല ചെയ്തു. പൈശാചിക ശൈത്യങ്ങളെ, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചുകൊണ്ട് കാൽവരി ക്രൂശോളം യാത്ര ചെയ്ത് യേശുവിനെ പോലെ നമ്മുടെ ജീവിതം പുതിയൊരു വഴിയിൽ യാത്ര ചെയ്യേണ്ടതാണ്. രാജസന്തതികളെ മൊത്തം വെട്ടിക്കളഞ്ഞ് അധല്യ ദേശം വാഴുമ്പോൾ ദൈവം പരാജയം സംബന്ധിച്ച് പിന്മാറുകയല്ല ചെയ്തത്. ഒരു കുട്ടിയെ പാത്ത് വളർത്തിയും അതിനെ രാജാവായി പിന്നീട് അഭിഷേകം ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ഇവാഞ്ചലിസ്റ്റ് ഉണ്ണികൃഷ്ണൻ മരിച്ചതോടുകൂടി ആ ജീവിതം അവസാനിക്കുന്നില്ല. ദൈവം പരാജയം സംബന്ധിച്ച് പിന്മാറുന്നുമില്ല. ഈ ശബ്ദം ഇവിടെ നിലയ്ക്കുന്നില്ല. സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ, അദ്ദേഹം എടുത്തതായി പുസ്തകം ആ തലമുറ ചുമക്കുവാൻ, ആ പ്രിയപ്പെട്ടവർ ചുമക്കുവാൻ, ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ ശബ്ദമായി ആ കുഞ്ഞിനെ ദൈവം ശക്തമായി കരങ്ങളിൽ ഉപയോഗിക്കുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒരു പൈതലിനെ ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ ശത്രു കാണാതെ വേണം അതിനെ അഭിഷേകത്തിൽ പൊതിഞ്ഞ് വളർത്തിക്കൊണ്ടുവന്ന് ദൈവരാജ്യത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് അത് സഭയുടെ ഉത്തരവാദിത്തമാണ്. ശത്രു അവരുടെ ഭവനത്തിൽ പണിതിട്ടിരിക്കുന്ന ബലിപീഠങ്ങളെ തകർത്തുകൊണ്ട് ആ പൈതലിനെ വളർത്തിക്കൊണ്ടുവരുവാൻ ചില അഭിഷിക്തന്മാർ എഴുന്നേൽക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. 4 ചുവരിനുള്ളിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുവാൻ നമുക്ക് ഇഷ്ടംപോലെ പ്രാസംഗികർ ഉള്ളപ്പോൾ സുവിശേഷം തീരങ്ങളിൽ വിളിച്ചു പറയുവാൻ സുവിശേഷകർ നമുക്ക് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ നഷ്ടപ്പെട്ടത് നമുക്ക് ഒരു പരസ്യ ശുശ്രൂഷകനെയാണ്. ധീര പടയാളി എന്ന് പറഞ്ഞ്, രക്തസാക്ഷി എന്ന് പറഞ്ഞ് റീത്ത് അർപ്പിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം മനസ്സിലാക്കി ആ കുടുംബത്തെ സഹായിപ്പാൻ ഏതെങ്കിലുമൊക്കെ അഭിഷിക്തന്മാർ മുൻപോട്ട് വന്നിരുന്നു എങ്കിൽ എന്ന് ഞങ്ങൾ ആശിക്കുന്നു. പ്രിയ കുടുംബത്തിന് ബഥേൽ ക്രിയേഷൻസിൻ്റെ എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ.